ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹിത, മരണം താങ്കളെ പിടിക്കുന്നതിനു മുമ്പ്, ദൈവകോപത്തിന്റെ എരുതിയിൽ വീഴും മുമ്പ്, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് പാപമോചനം പ്രാപിച്ച് ആത്മരക്ഷ കരസ്ഥമാക്കുക. ഒരു രാത്രി 3 കോടതികളിൽ 6 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചിട്ടും ഒരു തെറ്റും കാണുന്നില്ല എന്ന് പറഞ്ഞ് റോമൻ ന്യായാധിപനായ പീലാത്തോസ് വിധിക്കുകയുണ്ടായി. എങ്കിലും റോമൻ പടയാളികൾ തന്റെ ശരീരം മുഴുവനും ഉഴുവുചാൽ പോലെ അടിച്ചു കീറുകയുണ്ടായി. തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞു തറച്ചു. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപവും ശാപവും ശിക്ഷയും ചുമന്നൊഴിക്കുവാൻ ഭാരമേറിയ മരക്കുരിശിൽ കാര്യരുമ്പാണികളാൽ തന്റെ കൈകാലുകൾ തറയ്ക്കപ്പെട്ടു. സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനായി സ്വന്തം ജീവൻ നൽകി കല്ലറയിൽ അടയ്ക്കപ്പെട്ട യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും മാനവ സമൂഹത്തിന്റെ രക്ഷയ്ക്കായി മധ്യസ്ഥത വഹിക്കുന്നു. ഈ യേശു കർത്താവ് രാജാവും കർത്താവുമായി വീണ്ടും മടങ്ങി വരുന്നു. താങ്കളുടെ ഹൃദയവാതിലിൽ മുട്ടിയെ വിളിക്കുന്ന ഈ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുക. അതിനായി കർമ്മപ്രവൃത്തികളുടെ ഒന്നും ആവശ്യമില്ല. രക്ഷ സൗജന്യമാണ്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും.